മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശല്യപർവ്വത്തിലെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃപൻ, ദുര്യോധനൻ, അശ്വത്ഥാമാവ് തുടങ്ങിയ കൗരവ നേതാക്കൾ ആവുന്നതും സൈന്യങ്ങളെ അടക്കി നിർത്തുകയും എല്ലാം മറന്നുകൊണ്ടുള്ള ആവേശത്തോടെ ശത്രുസംഘത്തോട് വളരെ കഠിനമായി എതിർക്കുകയും ചെയ്തു. എന്നാലും അർജുനന്റെ അജയ്യമായ ശരപ്രവാഹത്തിന്റെ മുന്നിൽ കൗരവരുടെ എതിർപ്പുകളൊക്കെ കേവലം നിഷ്പ്രഭങ്ങളായിത്തീർന്നു. കൂടാതെ ഭീമൻ, യുധിഷ്ഠിരൻ, നകുല സഹദേവന്മാർ, പാഞ്ചാലി പുത്രന്മാർ, ദൃഷ്ടദ്യുമ്നൻ, സത്യകി, ശിഖണ്ഡി എന്നിവരും വെറുതെ നിൽക്കുകയല്ല. ആവും പോലെ എല്ലാവരും ശത്രുസമൂഹത്തെ സംഹരിക്കുക തന്നെയാണ്. എങ്കിലും അർജുനനോടാണ് ആർക്കും എതിർക്കാൻ കഴിയാത്തത്. കിരീടിയുടെ തീഷ്ണങ്ങളായ ശരങ്ങളെത്താത്ത സ്ഥലം പോർക്കളത്തിൽ എവിടെയുമില്ല. ഓരോ നിമിഷം കഴിയുന്തോറും കൗരവ സംഘത്തിലെ ആളുകൾ കുറഞ്ഞു വരാൻ തുടങ്ങി. ദുര്യോധനന്റെ രതിസംഘത്തെയും ശകുനിയുടെ കുതിരപ്പടയെയും ആനപ്പടയെയും എല്ലാം തകർത്തു കഴിഞ്ഞു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും വിഷണ്ണരായിക്കൊണ്ടിരിക്കുകയാണ്. ആരും പിന്മാറുന്നുമില്ല. ഈ സമയത്ത് ശേഷിച്ച ആനപ്പടയെ മുഴുവൻ കൊണ്ടുവന്ന് അർജുനനെ വലയം ചെയ്യിച്ചു. വലിയ പർവ്വതങ്ങൾ പോലെയുള്ള ആനകൾ ആയിരക്കണക്കിൽ അർജുനന്റെ 4 ഭാഗവും വന്നു വളഞ്ഞു. ഉടനെ അർജുനൻ ഗാന്ധീവത്തെ നല്ലവണ്ണം വലിച്ചു വിടുന്ന ഓരോ ശരങ്ങളെ കൊണ്ട് ഓരോ ആനയെ വീഴ്ത്താൻ തുടങ്ങി. അപ്പോഴേക്ക് ഭീമസേനനും അവിടേക്ക് വന്നു. ആനപ്പടയെ കണ്ടതോടെ ഭീമസേനൻ വില്ല് താഴെ വച്ച് ഗദയെടുത്ത് തേരിൽ നിന്ന് ചാടി ആനകളെ അടിച്ചു വീഴ്ത്താൻ തുടങ്ങി. അധിക സമയം കഴിയുന്നതിന് മുമ്പ് ഭീമാർജുനന്മാർ ആനപ്പടയെ മുഴുവൻ കൊന്നൊടുക്കി. എന്നാലും ഒഴിയാതെ ദുര്യോധനനും കൂട്ടരും പാണ്ഡവപ്പടയെ കഴിയും പോലെ എതിർക്കാനും നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ശകുനി തന്റെ ശേഷിച്ച സൈന്യങ്ങളോടുകൂടി മുന്നണിയിൽ മറ്റൊരു ഭാഗത്ത് കഠിനമായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ കൂട്ടുകാരെയൊക്കെ വിട്ട് ഒറ്റയ്ക്ക് ശകുനിയുടെ അടുത്ത് കൂടി. മാദ്രീപുത്രന്മാരും പാഞ്ചാലിപുത്രന്മാരും സൈന്യങ്ങളുമാണ് ശകുനിയോട് എതിർക്കുന്നത്. ദുര്യോധനൻ കൂടെ വന്നു ചേർന്നപ്പോൾ ശകുനിക്ക് കുറച്ച് സമാധാനമുണ്ടായി. അദ്ദേഹം തന്റെ പൗരുഷമെടുത്ത് കാണിച്ചുകൊണ്ട് വളരെ ശക്തിയായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജാവിനെ കാണാതെ കൗരവപ്പടയിലെ നായകന്മാർ അന്വേഷണം തുടങ്ങി. ആരും കണ്ടില്ലെന്നാണ് അന്യോന്യം പറയുന്നത്. കുറെ കഴിഞ്ഞതിനു ശേഷമാണ് പാണ്ഡവപ്പടയ്ക്കുള്ളിൽ കയറി യുദ്ധം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞത്. ദുര്യോധനന്റെ അനുജന്മാർ മിക്കവാറും മരിച്ചു കഴിഞ്ഞു. 14 പേർ ബാക്കിയുണ്ട്. ദുർമർഷണൻ, ശുശ്രാന്തൻ, ജൈത്രൻ, രവി, ഭൂരിബലൻ, ഹരിയാവ്, ദുർവിഷകൻ, ജയസേനൻ, സുജാതൻ, ദുർവിമോചനൻ, ദുഷ്പ്രമർദ്ദനൻ, മഹാബാഹു, ശ്രുതവർമാവ്, സുദർശനൻ എന്നിവരാണ് പറയപ്പെട്ട 14 പേർ. ഭീമസേനൻ ആനപ്പടയെ മുഴുവൻ തല്ലിക്കൊന്നതിൽ ചൊടിച്ച പ്രസ്തുത 14 പേരിൽ 13 പേരൊന്നിച്ച് ഭീമനോട് എതിർക്കാൻ വന്നു. എങ്ങനെയെങ്കിലും ഭീമന്റെ കഥ കഴിക്കണമെന്നാണ് അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി ധാരാളം ആയുധങ്ങളോടും കുറച്ച് സൈന്യങ്ങളോടും കൂടി വന്ന് ഭീമനെ വളഞ്ഞ് അതിതീഷ്ണങ്ങളായ ശരങ്ങളെ വർഷിക്കാൻ തുടങ്ങി. അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ ഭീമന് വളരെ സന്തോഷമായി. എല്ലാവരെയും ഒന്നിച്ചു കിട്ടിയല്ലോ എന്നാണ് അയാളുടെ സന്തോഷത്തിന്റെ കാരണം. ഭീമസേനൻ അവരോട് അങ്ങോട്ടും എതിർക്കാൻ തുടങ്ങി. അധിക സമയം കഴിയാതെ ഈ 2 ശരങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊന്നു വീഴ്ത്താൻ തുടങ്ങി. അങ്ങനെ 12 പേരെയും കൊന്നു കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതപർമാവിന് വല്ലാത്ത അരിശം കയറി. തന്റെ കഴിവുകളെ മുഴുവൻ എടുത്തു കാണിച്ച് യുദ്ധം ചെയ്തു അദ്ദേഹം. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഭീമനെ അയാൾക്ക് ജയിക്കാൻ കഴിയില്ലല്ലോ. അധികം താമസിക്കാതെ ഭീമൻ അയാളെയും കൊന്നു. അതോടെ ധൃതരാഷ്ട്രപുത്രന്മാരിൽ ദുര്യോധനനും സുദർശനനും മാത്രം ബാക്കിയായി. സഹോദരന്മാരുടെ വധം കഴിഞ്ഞപ്പോഴേക്ക് ശകുനിയും ദുര്യോധനനും പിന്തിരിഞ്ഞു പോന്നു. ശകുനിയുടെ സൈന്യങ്ങളും ആയുധങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു. ദുര്യോധനനും നല്ലവണ്ണം തളർന്നിരുന്നു. എങ്കിലും അവരുടെ വാശിയും ആവേശവും പോയിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ സത്യകി പലരുമായി ഏറ്റുമുട്ടി ഭയങ്കര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അശ്വത്ഥാമാവ്, കൃപൻ തുടങ്ങിയ പലരും എതിർക്കുന്നുണ്ട്. ദൃഷ്ടദ്യുമ്നൻ തുടങ്ങിയവർ സത്യകിയെ സഹായിക്കുന്നുമുണ്ട്. അസംഖ്യം ഭടന്മാരെയും രതികളെയും സത്യകി കൊന്നു. അക്കൂട്ടത്തിൽ കൊല്ലാതെ ജീവനോടെ ഒരാളെ പിടിക്കാൻ സാധിച്ചു. അത് സഞ്ജയനാണ്. സഞ്ജയനെയും പിടിച്ചുകൊണ്ടാണ് സത്യകി പിന്നണിയിലൂടെ അർജുനൻ അടുക്കലേക്ക് നീങ്ങിയത്. അർജുനൻ വലിയ ഉത്സാഹമൊന്നും കാണിക്കാതെ അലസമായ മട്ടിൽ ശത്രുപടയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോർക്കളത്തിന്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നതും അർജുനൻ അറിഞ്ഞിട്ടില്ലാത്തതുമായ ചില കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അർജുന, നോക്കൂ, ശത്രുസംഘം മിക്കവാറും നശിച്ചു കഴിഞ്ഞു. ധൃതരാഷ്ട്രപുത്രന്മാരിൽ ദുര്യോധനനും സുദർശനനും മാത്രമാണ് ബാക്കിയുള്ളത്. സുശർമ്മൻ എന്ന ത്രികർത്തൻ അവരുടെ പിന്നാലെ നടക്കുന്നുണ്ട്. അശ്വത്ഥാമാവ്, കൃപൻ, കൃതവർമാവ് എന്നിവരും ബാക്കിയുണ്ട്.
ആനപ്പടയും കുതിരപ്പടയും രഥികളുമൊക്കെ എണ്ണത്തക്ക നിലയിലായി കഴിഞ്ഞു. അവരെ കൂടി നീ ഇന്നു തന്നെ കൊല്ലുന്ന പക്ഷം ഇന്നു തന്നെ യുദ്ധം അവസാനിപ്പിക്കാം. ദുര്യോധനനും സുദർശനനും വധിക്കപ്പെട്ടാൽ തന്നെ യുദ്ധം അവസാനിച്ചു. അതിനാൽ താമസിക്കാതെ അവരെ അവസാനിപ്പിക്കാൻ നോക്കൂ. സത്യകി അനവധി രഥികളെയും ഭടന്മാരെയും കൊന്നൊടുക്കിയ ശേഷം സഞ്ജയനെ ജീവനോടെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നൊക്കെയാണ് ഭഗവാൻ പറഞ്ഞത്. അർജുനൻ അതിന് മറുപടിയായി ദുര്യോധനന്റെ ദുശ്ചേഷ്ടകളെ പറയുകയും ഇന്നു തന്നെ അയാളെ കൊല്ലാതിരിക്കില്ലെന്ന് ഉറപ്പു കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്ക് ദുര്യോധനനും സുദർശനും സുശർമ്മനും കുറെ സൈന്യങ്ങളോട് കൂടി വന്ന് ഏറ്റുമുട്ടി ഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു. ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ തുടങ്ങിയവരും പാണ്ഡവപ്പടയിലെ സൈന്യങ്ങളും കൂടെ അവരെ എതിർക്കാൻ തുടങ്ങി. അർജുനനും ആ സ്ഥലത്തേക്ക് ചെന്നു. കൃപൻ, അശ്വത്ഥാമാവ് തുടങ്ങിയവർ ദുര്യോധനനെ സഹായിക്കാൻ വന്നു. ആകപ്പാടെ അതൊരു ഭയങ്കര യുദ്ധമായി തീർന്നു. അപ്പോഴേക്ക് ശകുനിയും ഉലൂകനും കൂടി മറ്റൊരു ഭാഗത്ത് ശക്തിയായി എതിർക്കാൻ തുടങ്ങി. വളരെ കുറച്ച് കുതിരപ്പട കൂടിയുണ്ട് ശകുനിക്ക്. അവരും ശകുനിയെ സഹായിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. മാദ്രീപുത്രന്മാരും പാഞ്ചാലിപുത്രന്മാരും ശിഖണ്ഡി തുടങ്ങിയവരും അവരെ നല്ല കണക്കിൽ മർദ്ദിക്കുന്നുമുണ്ട്. അർജുനന്റെ ഗാന്ധീവത്തിൽ നിന്ന് മഴ പോലെ പൊഴിയുന്ന ശരങ്ങൾ ക്ഷണനേരം കൊണ്ട് തന്നെ ദുര്യോധനന്റെ കൂടെ ഒരുമിച്ച് വന്ന സൈന്യങ്ങളെ മുഴുവൻ കാലപുരിക്കയച്ചു. അപ്പോൾ സുശർമ്മൻ അർജുനനോടും സുദർശനൻ ഭീമനോടും പൊരുതാൻ തുടങ്ങി. ദൃഷ്ടദ്യുമ്നാദികൾ ദുര്യോധനനോടും ഏറ്റുമുട്ടി ഭയങ്കരമായ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അതികഠിനങ്ങളും ക്രൂരങ്ങളുമായ പല ആയുധങ്ങളും അവരന്യോന്യം കൈമാറിയെങ്കിലും കൗരവ സംഘത്തിന് പാണ്ഡവരെ തടുക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഫലമായി സുദർശനനെ ഭീമനും സുശർമ്മനെ അർജുനനും കൊന്നുവീഴ്ത്തുകയും ചെയ്തു. തൃകർത്തപ്പട കുറേയൊക്കെ പാഞ്ഞു വന്നുവെങ്കിലും ഭീമാർജുനന്മാർ അവരെയൊക്കെ ക്ഷണനേരം കൊണ്ട് തകർത്തു. അതോടെ കൗരവരിൽ ദുര്യോധനൻ മാത്രം ബാക്കിയായി. ആദിത്യന്റെ അസ്തമയത്തിന് കുറച്ചുകൂടി സമയമുണ്ട്. അതിനകത്ത് ദുര്യോധനനെയും വീഴ്ത്താമെന്നും ഇന്നത്തോടെ യുദ്ധം അവസാനിപ്പിക്കാമെന്നും മനോരാജ്യം കാണാൻ തുടങ്ങി പാണ്ഡവർ. ശകുനിയും ഉലൂകനും കുറെ സൈന്യങ്ങളും കൂടെ വളരെ ശക്തിയായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത്. സഹദേവനാണ് ശകുനിയോട് ഏറ്റുമുട്ടി എതിർത്തുകൊണ്ടിരിക്കുന്നത്. വേറെ പലരും സഹദേവനെ സഹായിക്കുന്നുമുണ്ട്. മാദ്രീപുത്രൻ തളരുന്നുണ്ടോ എന്ന സംശയം തോന്നിയ ഭീമസേനൻ വേഗത്തിൽ അവിടേക്ക് ഓടിപ്പോയി. ഭീമൻ മുന്നണിയിൽ സഹദേവന് തൊട്ടടുത്തായി നിന്നപ്പോഴേക്ക് ഉലൂകൻ അദ്ദേഹത്തിന്റെ നേരെ ശരങ്ങൾ വർഷിക്കാൻ തുടങ്ങി. ശകുനിയുടെ പ്രിയപ്പെട്ട മകനാണ് ഉലൂകൻ. വാസ്തവത്തിൽ ഭീമനോടൊന്നും എതിർക്കാനുള്ള കഴിവോ സാമർഥ്യമോ അയാൾക്കില്ല. എങ്കിലും എതിർക്കുക തന്നെ ചെയ്തു. രണ്ട് സംഘക്കാരും അന്യോന്യം മഴ പോലെ ശരങ്ങളെ വർഷിച്ചുകൊണ്ടിരുന്നു. ഭടന്മാരുടെ ആർപ്പുവിളികളും അട്ടഹാസങ്ങളും ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വീരവാദങ്ങളും അവരുടെ യുദ്ധത്തെ കൂടുതൽ ഭയങ്കരവും വാശിയുള്ളതുമാക്കി തീർത്തു. അങ്ങനെ മുറിവില്ലാതെ പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ശകുനിയുടെ ഒരു ഫല്ലായുധം സഹദേവന്റെ ശിരസിൽ പതിച്ചു. പ്രജ്ഞയേറ്റ് വീണില്ലെങ്കിലും തൽക്കാലം ദേഹം മുഴുവൻ ധരിച്ച് അദ്ദേഹം തേരിലിരുന്നു പോയി. ശകുനിയുടെ ആയുധം മാദ്രീപുത്രനെ ബാധിച്ചു എന്ന് കണ്ട ഭീമസേനൻ ക്രുദ്ധനായി അനേകം ശരങ്ങളെ ഒന്നിച്ച് ശകുനിയുടെ നേർക്കയച്ചു. കുറച്ചു സമയം ഭീമൻ ഒറ്റയ്ക്ക് തന്നെ ശത്രുസംഘത്തെ മുഴുവൻ എതിർത്തുകൊണ്ട് യുദ്ധം ചെയ്തു. അപ്പോഴേക്കും സഹദേവൻ സ്വസ്ഥനായി വില്ല് വലിച്ച് ശരങ്ങൾ വർഷിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഉലൂകനെയാണ് മാദ്രീപുത്രൻ മർദ്ദിക്കാൻ തുടങ്ങിയത്. ശരങ്ങൾ കണക്കില്ലാതെ വർഷിച്ച് അയാളുടെ കൊടിയും കുതിരകളെയുമെല്ലാം തകർത്തു. അനന്തരം ഒരു കത്തിയമ്പ് കൊണ്ട് കണ്ടം മുറിച്ചിടുകയും ചെയ്തു. ശകുനി നോക്കി നിൽക്കെ ഉലൂകൻ കഴുത്തറ്റ് തേരിൽ നിന്ന് മറിഞ്ഞു വീഴുകയും ചെയ്തു. പുത്രമരണത്തെ കണ്ട ശകുനി അടക്കാൻ കഴിയാത്ത ദുഃഖത്താൽ പരവശനും ദുർബലനുമായി തീർന്നു. അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളിലൂടെയും കണ്ണുനീരൊഴുകി. വിതുരന്റെ വാക്കുകളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. എന്തു ചെയ്യാം, സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെ ചിന്താവിഷ്ടനും ആർത്തനുമായി തീർന്നു ശകുനി. പക്ഷെ ആലോചിക്കാനും ദുഃഖിക്കാനുമൊന്നും പറ്റിയ സമയമല്ലല്ലോ. അതിനാൽ കൂടുതൽ പാരവശ്യം കാണിക്കാതെ പൗരുഷത്തോടും പ്രതികാരവാഞ്ചയോടും കൂടി സഹദേവനോട് എതിർക്കുക തന്നെ ചെയ്തു. ശകുനിയെ പലരും സഹായിക്കാൻ വന്നു. അവരെയൊക്കെ ഭീമൻ തീക്ഷ്ണബാണങ്ങളെ കൊണ്ട് നല്ല കണക്കിൽ മർദ്ദിച്ചു. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.